ഹായ് കൂട്ടുകാരെ, കണ്ടില്ലേ എൻ്റെ മെലസ്റ്റോമ ചെടി? എൻ്റെ പൂക്കൾ കണ്ടില്ലേ? ഈ പൂക്കളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും, കാലവർഷമൊന്നുമില്ല, ഏത് സമയത്തും ഇങ്ങനെ പൂവിട്ടുകൊണ്ടേയിരിക്കും. നല്ല ഭംഗിയാണ്, നല്ല കട്ട വയലറ്റ്. നമുക്ക് എന്ത് രസാലേ കാണാൻ, അടിപൊളി. ഈ ചെടി നമ്മൾ എങ്ങനെ ഇനി പുതിയ ചെടി ഉണ്ടാക്കുന്ന ഇതിൽ നിന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടോ ചെടി, എന്ത് രസാ പൂക്കള്. ഇതിനെ കുറച്ചൊരു വെളിച്ചക്കുറവ് ഇവിടെ. എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പൂക്കളാണ് ഇന്നത്തെ വീഡിയോ. ഇതാ എൻ്റെ മെലസ്റ്റോമ ചെടി കണ്ടില്ലേ? മെലസ്റ്റോമ എൻ്റെ അടിപൊളി പൂക്കൾ, അതിന് നിറയെ മുട്ട. ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പ്രത്യേക സമയമല്ല, ഏത് സമയത്ത് ഇത് പോകും. നല്ല സൂര്യപ്രകാശം വേണം. ഇപ്പൊ എൻ്റെ വീട് നിൽക്കുന്നത് റോഡ് സൈഡാണ്. ബസ് പോണ കണ്ടില്ലേ? റോഡ് സൈഡ്. അപ്പോൾ ഇതിൽ കൂടെ ഒക്കെ ടൂറിസ്റ്റുകളൊക്കെ എപ്പോഴും പോകും. ദൂരസ്ഥലത്ത് വയനാടായതുകൊണ്ട് പല ഭാഗത്തുനിന്നും ഇവിടെ കാണാൻ വേണ്ടി ആൾക്കാർ ഇതിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ അവർ ഈ പൂക്കളൊക്കെ കണ്ടിട്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ചോദിക്കൂ, ഇതെങ്ങനെയാണ് നടുക, ഇതെന്താ ചെടി എന്നൊക്കെ. അവർക്ക് ഇതൊക്കെ ഒരു അത്ഭുതം. ഇപ്പം ഞാൻ പറയൂ, ഇതെങ്ങനെയാണ് നടുക, അതിൻ്റെ ഒരു കമ്പ് തരുമോ എന്നൊക്കെ ചോദിക്കും എന്നോട്, തയ്യാണോ. അപ്പം ഞാൻ പറയും, ഞാനിത് നഴ്സറിയിൽ നിന്നാണ് വാങ്ങിയത്, കമ്പ് മുളച്ചുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെയല്ല, അവർ അങ്ങനെ ചോദിക്കും, ഞാൻ അങ്ങനെ പറയും, അവർ പോകും. കമ്പ് മുളച്ചിട്ടാണ് എനിക്കറിയില്ലേ. അപ്പോൾ അവർക്കിത് കണ്ടുനോക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ചോദിക്കുന്ന. അതുപോലെ ഓരോ ചെടികളും ഞാനല്ല ആര് ചോദിച്ചാൽ ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരെ ഞാനിങ്ങനെ പറഞ്ഞു വിട്ടു. കാരണം ഇത് കമ്പ് മുളച്ചാലും മുളക്കൂര നട്ടാലും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ, നട്ടാൽ ഉണ്ടാവുമോ ഇല്ലേ, നമുക്ക് നോക്കാലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാനങ്ങനെ ഇതിൻ്റെ ഒരു തളിര്, പിന്നെ അധികം മൂക്കാത്ത തളിരെടുത്തിട്ട് ഞാൻ ആ തളിരിങ്ങനെ ചെറിയ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അലോവേര, കറ്റാർവാഴ ആ ജെല്ലിലൊന്ന് തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് മണ്ണിലാക്കിയിട്ട് ഇങ്ങനെ തണലത്ത് കൊണ്ടുപോയി വെച്ചു. വെയിലൊന്നും കൊള്ളിച്ചില്ല. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിനിങ്ങനെ പുതിയ പുതിയ ഇലകൾ, തളിരൊക്കെ അങ്ങനെ വരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മെലസ്റ്റോമ കമ്പ് വെട്ടിമാറ്റി ഉണ്ടാക്കിയാൽ ഉണ്ടാവുന്നുള്ളത്. അങ്ങനെ ഞാൻ കമ്പ് നട്ട് ഉണ്ടായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ അങ്ങനെ ഉണ്ടാക്കിയതായത് കണ്ടില്ലേ, തളിരൊക്കെ വന്നത്. അപ്പം നമ്മളിത് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് അലോവേര ജെല്ല് വേണം. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കൃഷി എടുക്കുന്നവരാണെങ്കിൽ, കൃഷി താല്പര്യമുള്ളവരാണെങ്കിൽ ഫസ്റ്റ് നമ്മൾക്ക് കറ്റാർവാഴ അലോവേര നട്ടുപിടിപ്പിക്കണം. കാരണം അതിൻ്റെ ജെല്ല് എല്ലാത്തിനും വേണം. പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കണമെങ്കിൽ അതിന് ജെല്ല് വേണം. അങ്ങനെ ഓരോ ചെടി, ഇതിന് മാത്രമല്ല കേട്ടോ, ഏത് ചെടികൾക്കും. പിന്നെ നമുക്ക് ഇതിലെന്തെങ്കിലുമൊക്കെ കീടങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ജെല്ലെടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ച് ലൂസാക്കിയിട്ട് ഇതിൽ തളിച്ചാൽ അതും മാറിക്കിട്ടും. അപ്പം കറ്റാർവാഴ ജെല്ലാണ് ഞാനിത് പിടിപ്പിച്ചത്. അങ്ങനെ കണ്ടോ. അപ്പം ഞാനിത് ഇന്ന് വലിയ പോട്ടിലേക്ക് മാറ്റാൻ പോവാം. വലിയ പോട്ടിലേക്ക് മാറ്റിയ കുറേ നിറയെ വേരുകളൊക്കെ വന്ന് കുറേ തളിര് വന്ന് പൂവിടുകയല്ലോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, കണ്ടില്ലേ? ഇത്രയൊന്നും അല്ല, ഇതിപ്പോൾ ഇന്ന് കുറച്ച് കുറവുണ്ട്, ഈ ആഴ്ച കുറച്ച് കുറവാണ്. ഭയങ്കര ചെടി കാണില്ല അപ്പോലത്തിൽ പൂക്കും. പക്ഷെ ഇത് പല കളറിലുണ്ട് കേട്ടോ. ഇത് വയലറ്റ്, ഇതിനേക്കാൾ നേരിയൊരു വയലറ്റ് ഉണ്ട്, വെള്ളമുണ്ട്. വെള്ളയൊക്കെ നല്ല രസമാണ്. പക്ഷെ എനിക്ക് എല്ലാത്തിനേക്കാളും ഇഷ്ടമായിട്ട് ഈ കളറാണ് തോന്നി. അപ്പോൾ ഞാൻ ഈ പോട്ടിലാണ് നടാൻ പോകുന്നത്. കുറച്ച് വലിയ പോട്ടാണ്. ഇത് പഴയത്, അതിൽ വേറെ ചെടി ഉണ്ടായിരുന്നത് മാറ്റിയിട്ടാണ് ഞാൻ അപ്പം ഈ പോട്ടിലേക്ക് എടുക്കുന്നത്. ഞാൻ എന്ത് തന്നെ പച്ചക്കറി ആയിക്കോട്ടെ, പൂക്കളായിക്കോട്ടെ, പൂച്ചെടി ആയിക്കോട്ടെ, ഞാൻ ആദ്യം തന്നെ നടുമ്പോൾ നന്നായിട്ട് കരിയിലിട്ടുള്ള ഗുണങ്ങൾ ഇട്ട മണ്ണില്ലേ, മണ്ണ് പാറ പോലെ ഉറക്കൂല. അപ്പം ചെടികൾക്ക് ഇങ്ങനെ വേരിങ്ങനെ ഓടി നടക്കാം. വേരോട്ടം വേണമല്ലോ, എന്നാലല്ലേ ചെടികൾ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ അടിയിൽ കുറേ കരിയിലാണ് ഇട്ടു. പിന്നെ മണ്ണ് കുറച്ച് മണ്ണും മതിയാവും.
ഇവിടെ മണ്ണൊന്നുമില്ല, മണ്ണൊക്കെ കുറെ ദൂരെ, ഇവിടെ ഒക്കെ കല്ല് പതിപ്പിച്ചത് കൊണ്ട് മണ്ണൊന്നുമില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ കരിയിലിട്ടിട്ട് കുറേ അങ്ങ് നറുക്കും. പിന്നെ കരിയിലൊരു വളം കൂടിയാ, ഈ കരിയിലത് എന്ത് പറയാൻ അതിന് മരുന്നടിക്കണം, അല്ലെങ്കിൽ എൻ്റെ വേര് തിന്നളിയും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും ജീവികളുണ്ടോന്ന്. പിന്നെ കാര്യമായിട്ട് ഇതിൽ എന്തെങ്കിലും വഴുതാര അല്ലെങ്കിൽ പാമ്പൊക്കെ കൂടും. കൊണ്ടുപോയിട്ട കരിയിലാണെങ്കിലും ശ്രദ്ധിക്കണം. ഇത് ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇത് ഞാൻ ഇടയ്ക്ക് നനച്ചു കൊടുക്കും, ഒന്ന് അമരാൻ വേണ്ടിയിട്ട്. ഒന്ന് അമർത്തിയിട്ട് ഞാൻ നനച്ചും കൊടുക്കും, കുറച്ച് മണ്ണും ഇടും. എങ്ങനെ പ്ലാസ്റ്റിക് പെറുക്കിയാലും ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ കരിയിലിടാൻ പോണേ. കരിയിലിട്ട് അങ്ങ് നിറക്കും. ഞാൻ സ്കൂളിൻ്റെ മേലെ എന്നാ പണിയെടുക്കുന്നത്, കുനിയാൻ മടിച്ചിട്ട് ആവൂര കുനിയാൻ. എങ്ങനെ ആരും മിഠായിക്കവുണ്ടാവും, കാരണം അത് റോട്ടുമെന്നാണ് ഞാൻ കരിയില എടുത്തത്, അടിച്ചു വാരി എടുത്തത്. റോഡ് സൈഡും വൃത്തിയാവും, എനിക്കൊരു വളവും ആവും. ചെടി നടാ, കുറച്ച് മണ്ണും മതി. ഇത് അവസാനം ഇത് മണ്ണായി മാറും. കുറച്ച് മണ്ണും ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിൽ, മണ്ണും ചേർത്തിട്ടുണ്ട്. ഇനി മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികൾ ഉണ്ടാവും. ഇത് നല്ല വളമാക്കി മാറ്റുന്ന നല്ല സൂക്ഷ്മജീവികൾ ഉണ്ടാവും മണ്ണിനെ വിഘടിക്കുന്നത്. അത് ഈ കരിയിലൊക്കെ അത് വളമായി മാറ്റും, മണ്ണാക്കി മാറ്റും. ഇനി ഞാനിത് വെക്കട്ടെ. ഈ ചെടി ഇത് ഞാൻ നിങ്ങളെ കൂടി കാണിക്കുന്നത് ഇങ്ങനെ മെലസ്റ്റോമ പിടിപ്പിക്കാന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഞാൻ തന്നെ ഇപ്പം അത് ആദ്യമായിട്ട് അറിയില്ല. വേറെ അനക്കിയില്ല, ബാക്കി ചുറ്റുള്ള മണ്ണൊക്കെ ഇളകിപ്പോയി, വേറെ അനക്കി. ഇങ്ങനെ കുറച്ചൊരു നനവുള്ളത് കൊണ്ട് അതിന് ആദ്യം കൊണ്ടുപോയിട്ട് കരിയിലൊക്കെ കുറച്ചൊന്ന് വളമായി മാറിന്. ഞാൻ ദിവസം അടിച്ചു വാരുന്നത് ഇങ്ങനെ പോട്ട് കൊണ്ടുപോയി നറുക്കല. കുറച്ച് മണ്ണും അങ്ങോട്ട് വെച്ചു, കുറച്ച് മണ്ണിട്ട് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു മെലസ്റ്റോമ ഉണ്ടെങ്കിൽ നമ്മളെ ഈ മുറ്റം നിറയെ മെലസ്റ്റോമ ചെടി ഉണ്ടാക്കാം, പൂക്കൾ നിറയും. ഒരു മെലസ്റ്റോമ ചെടി മതി ആ പൂന്തോട്ടത്തിന് ഭംഗി കൂടാൻ, അത്രക്കും ഭംഗിയാണ്. പിന്നെ ഇപ്പൊ ബോഗൺവില്ല സീസൺ ആണല്ലോ, സമയമാണല്ലോ, അതും മെലസ്റ്റോമി മതി, വേറൊന്നും വേണ്ട, പൂന്തോട്ടം ഭംഗിയാണ്. രണ്ടെണ്ണം ഉണ്ട്, ഞാൻ ഒന്നേ ഇപ്പൊ നടുള്ളൂ, ഒന്ന് ഞാൻ പിന്നെ ഒന്ന് ഞങ്ങളെ കാണിച്ചു തന്നതാ. എന്താ കരിയിലയും മണ്ണും മാത്രമേ ചേർത്തുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് കുറച്ച് ചാണകം കലക്കി വയ്ക്കുക ചെയ്യും. കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കുറച്ചും കൂടിയൊക്കെ തളിര് വരട്ടെ. കണ്ടില്ലേ എൻ്റെ മെലസ്റ്റോമ? അങ്ങനെ ഇപ്പം എനിക്ക് രണ്ടെണ്ണം, ഇത് വേറെ രണ്ടെണ്ണം മുളപ്പിച്ചിട്ടുണ്ട്, കുറച്ച് അപ്പുറം വെച്ചിട്ടുണ്ട്. അങ്ങനെ 4 എണ്ണമായിരുന്നു ഞാൻ പരീക്ഷണം നടത്തിയത്. അപ്പം എൻ്റെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും മെലസ്റ്റോമ ചെടി കണ്ടാൽ ഒരു കമ്പ് വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കണ്ടോ എൻ്റെ ബോഗൺവില്ല ചെടി പൂത്തത്? ഇതും ഞാൻ അങ്ങനെ നട്ടതാ കേട്ടോ. ഇത് ഞാൻ കമ്പ് വാങ്ങിക്കൊണ്ടുവന്ന് അലോവേര ജെല്ലില് ഒന്ന് തേച്ച് പിടിപ്പിച്ച്, അടിഭാഗം മാത്രം കേട്ടോ, എന്നിട്ട് നട്ട് പിടിപ്പിച്ചതാ. ഇതൊക്കെ കണ്ടില്ലേ, എന്താ അടിപൊളി, എന്ത് നല്ലൊരു കളറായിട്ട്, അടിപൊളി മെലസ്റ്റോമ. ഇത് അല്ല, മെലസ്റ്റോമ അല്ല, ബോഗൺവില്ല. ഇത് നമുക്കൊരു ജൂൺ വരെ ഇങ്ങനെ നിൽക്കും. ഈ പൂന്തോട്ടത്തില് ബോഗൺവില്ലയും മെലസ്റ്റോമയും മാത്രം മതി, പൂക്കൊണ്ടങ്ങ് നിറയും, കണ്ണഞ്ചിപ്പിക്കുന്ന കളർ, അടിപൊളിയാണ്. ഇതിന് പല കളറും എൻ്റെ അടുത്തുണ്ട്. ഇവിടെ ദാ കണ്ടില്ലേ, ചുവപ്പ്, ചുവന്നത് കണ്ടില്ലേ, ഇതൊക്കെ എന്തൊരു ഭംഗിയാ, അടിപൊളിയാ ഈ ചുവപ്പൊക്കെ. ഇതിന്റെ കമ്പ് എത്ര ആളാ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയത്.
എനിക്ക് എണ്ണാൻ കഴിയില്ല, അത്രക്കും ആൾക്കാർ ഈ ബോഗൺവില്ലേന്റെ ഈ കമ്പ് ഇതിന്റെ കമ്പ് വാങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ നമ്മളിത് വെട്ടു കൊറേ കഴിഞ്ഞ അതൊക്കെ നമുക്ക് വെട്ടണം. വെട്ടിക്കൊടുത്താലേ ഇത് തളിരുണ്ടാവുള്ളൂ, തളിരുണ്ടായാലേ പൂക്കൾ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മളിത് ഇങ്ങനെ ആർക്കും കൊടുക്കാണ്ട് വെച്ചിട്ട് കാര്യമല്ല, അതിങ്ങനെ വെട്ടി വെട്ടി കൊടുക്കണം. ഇപ്പൊ ഞാനിത് വെട്ടിക്കൊടുത്തുണ്ടാക്കിയതാണ് ഇതെല്ലാം. ഇതിങ്ങനെ നിറയെ കമ്പ് ഇങ്ങനെ വരണമെങ്കിലേ ഇതാ അതിനൊക്കെ കമ്പ് കണ്ടില്ലേ, ഒക്കെ കമ്പ് വരണമെങ്കിൽ വെട്ടിക്കൊടുക്കണം. നല്ല കളറാ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.